നമസ്കാരം. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഇന്ന് ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. വാളാട് പുഴയിൽ 2 വിദ്യാർത്ഥികൾ കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി മരിച്ചു. പ്രധാന വാർത്തകൾ. വാളാട് പുഴയിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മരിച്ചത് കൊളത്താട സ്വദേശികൾ. അപകടം കുളിക്കാനിറങ്ങിയപ്പോൾ. ജില്ലയിലെ ഏക പാസ്പോർട്ട് ഓഫീസ് എന്ന നിലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി MP. കൽപ്പറ്റയിലെ വയനാട് പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രിയങ്ക ഗാന്ധി MP സന്ദർശിച്ചു. 2 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി MP ജില്ലയിൽ നിന്നും മടങ്ങി. കേണിച്ചിറ എടക്കാട് പുലിയെ കണ്ടതായി തൊഴിലാളികൾ. പുലിയെ കണ്ടത് ഇന്ന് ഉച്ചയോടെ സ്വകാര്യ കൃഷിയിടത്തിൽ. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പൂച്ചപ്പുലിയുടേതാകാമെന്ന് വനം വകുപ്പ്. നീലഗിരി നെല്ലാക്കോട്ടയിൽ പട്ടാപ്പകൽ ഭീതി പരത്തി കാട്ടാന. കാർ തകർത്തു, വീടിനും നാശനഷ്ടം വരുത്തി. വാർപ്പ് വീടിന് മുകളിൽ കയറിയ കാട്ടാനയെ ഒടുവിൽ വനത്തിലേക്ക് തുരത്തി. നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടും കൽപ്പറ്റ ഓങ്കാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം തുറന്നു നൽകാൻ നടപടിയില്ല. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തികൾ 95% പൂർത്തിയായി. അവശേഷിക്കുന്നത് കോർട്ടിന്റെ ഫ്ലോറിംഗ് മാത്രം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുകയാണ്. വാളാട് പുഴയിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. വാളാട് പുലിക്കാട് കടവ് ചെക്ക് ഡാമിലായിരുന്നു സംഭവം. കൊളത്താട വാഴപ്ലാങ്കുടി അജിൻ, കളപ്പുരയ്ക്കൽ ക്രിസ്റ്റി എന്നിവരാണ് മരിച്ചത്. ഇന്ന് വൈകിട്ടോടെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു അപകടം. ഈ സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്. ഒന്നുമുണ്ട്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കുട്ടികളുടെ വീടിന് മുൻപിൽ നിന്നും, അതായത് കുളത്താടയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അരുൺ വിൻസൻ തത്സമയം ചേരുകയാണ്. അരുൺ, എപ്പോഴായിരുന്നു അപകടം? ഒപ്പം തന്നെ ഈ 2 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായോ? എപ്പോഴാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അജിൽ ഒരു നാടിന്റെ പ്രിയപ്പെട്ടവരായിരുന്ന 2 പേരെയാണ് ആ നാടിന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അജിലും ക്രിസ്റ്റിയും ഈ നാടിനെ ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. അവരുടെ വേർപാട് ഈ നാടിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്താണ്. ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് 5 അംഗ വിദ്യാർത്ഥി സംഘം കുളിക്കാനായി വാളാട് പുഴയിലേക്ക് എത്തിയത്. ഇവിടെ ഒരു ചെക്ക് ഡാം ഉണ്ട്. ഇവിടെ സാധാരണഗതിയിൽ ആളുകൾ തുണി അലക്കാനും കുളിക്കുവാനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഇവിടേക്കാണ് ഈ 5 അംഗ സംഘം വൈകിട്ട് 4:30യോടെ എത്തുന്നത്. ഇതിൽ 2 പേരാണ് അതിദാരുണമായി ഈ സമീപത്തെ ഒരു ചെറിയ കുളത്തിൽ താഴ്ന്നു പോകുന്നത്. കാരണം അവിടുത്തെ ആളുകളോടൊക്കെ നമ്മൾ സംസാരിച്ചപ്പോൾ പറയുന്നത് ഈ ചെക്ക് ഡാമിന് സമീപത്തായിട്ട് ഒരു ചെറിയ ചതുപ്പുണ്ട്. പെട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചതുപ്പിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതിനു മുൻപും ഇവിടെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണ്. എന്തായാലും ഈ തവിഞ്ഞൽ പഞ്ചായത്തിലെ കുളത്താടയിലെ ആളുകൾക്ക് ഈ 2 പേരുടെ തൊട്ടടുത്ത വീടുകൾ, 2 തൊട്ടടുത്തുള്ള വീടുകളാണ്. ഇവരുടെ ഈ മരണം ഇവർക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വൈകിട്ട് 4:30യോടുകൂടി ഈ സംഭവം ഉണ്ടായെങ്കിലും വാളാടൊന്നും നാട്ടുകാരും ഫയർഫോഴ്സ് സംഘവും ഒക്കെ സ്ഥലത്തെത്തിയിട്ട് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരുവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. രാവിലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. അതിനുശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എന്തായാലും കൊളത്താടെ സംബന്ധിച്ച് അതിദുഃഖകരമായ
സങ്കടകരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനകത്ത് അജിലിന്റെ പിതാവ് ബിനു ഏകദേശം 10 മാസങ്ങൾക്ക് മുൻപാണ് ബൈക്ക് അപകടത്തിൽ മരിക്കുന്നത്. ആ വേദന ആ കുടുംബത്തിൽ നിന്നും വിട്ടകലുന്നതിന് മുമ്പ് തന്നെയാണ് അവരുടെ പ്രിയപ്പെട്ട മകൻ കൂടി അവർക്ക് നഷ്ടമാവുന്നു എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ച് വളരെ സങ്കടകരമായ കാഴ്ചയാണ്. എന്തായാലും ഈ വീട്ടിലേക്ക് നമുക്ക് നോക്കുമ്പോൾ തന്നെ വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഒന്ന് കാണാൻ കഴിയും. എന്തായാലും നാളെ രാവിലെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കും. ഫിറോസ്, അരുൺ, മറ്റൊരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ കടുത്ത വേനലാണ്. എന്നിരുന്നാൽ കൂടെ വേനൽ മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ ഈ പുഴയിൽ എത്രമാത്രം കുത്തൊഴുക്കുണ്ടായിരുന്നു? ഈ ഇത്തരത്തിൽ അപകടത്തിൽ പെടാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു? നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ പുലിക്കാട് ചതിപ്പാണ്. കാരണം ആ പുലിക്കാട് ചതിപ്പിലാണ് ഈ കുട്ടികളുടെ കാല് താഴ്ന്നു പോയത്. ഈ ചെക്ക് ഡാമിനോട് ചേർന്ന്, അതായത് ചെക്ക് ഡാമിലേക്ക് ഇറങ്ങി പോകുന്നതിന് സമീപത്താണ് ഈ ചതുപ്പ് ഉള്ളത്. അപ്പൊ ആളുകളൊക്കെ മുൻപ് നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ചതുപ്പ് കല്ലിട്ട് മൂടണമെന്ന്. കാരണം മുൻപും പലപ്പോഴും ചെറിയ തോതിലുള്ള അപകടങ്ങളൊക്കെ ഈ സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചതുപ്പ് ഒരു അപകട അവസ്ഥയുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അത് മൂടണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ നാട്ടുകാർ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ ചതുപ്പിലേക്ക് അത് ഈ വെള്ളത്തിനോട് ചെക്ക് ഡാമിനോട് ചേർന്നാണ് ഇറങ്ങുന്നത്. വെള്ളത്തിൽ നിന്നും ഇറങ്ങി പെട്ടെന്ന് ചതുപ്പിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം അവിടെ ചതുപ്പുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പുറത്തുനിന്നുള്ള ആളുകൾക്ക് അറിയില്ല. എങ്കിലും ഈ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പോൾ ഈ കുളത്താട് ആ പ്രദേശത്താണ് ഈ കുട്ടികൾ. കാരണം നീന്താനൊക്കെ അറിയുന്ന കുട്ടികൾ തന്നെയാണ്. കാരണം ഈ പുഴയോരത്ത് തന്നെയാണ് ഈ കുട്ടികളിലൊക്കെ വീടുള്ളത്. പക്ഷെ നീന്താൻ അറിയാത്ത കുട്ടികളൊന്നുമല്ല. പക്ഷെ ഈ ചതുപ്പിൽ അകപ്പെട്ടതാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകാൻ കാരണം. ഫിറോസ്, അരുണാണ് കുളത്താടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വാളാട് പുഴയിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. ഇന്ന് വൈകിട്ടോടെ കുളിക്കാൻ ഇറങ്ങിയപ്പോഴായിരുന്നു ആ അപകടം. അരുൺ വിൻസെൻ്റാണ് ഇവരുടെ വീടിന് മുൻപിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റു വാർത്തകളിലേക്കാണ്. കൽപ്പറ്റയിലെ വയനാട് പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രിയങ്ക ഗാന്ധി MP സന്ദർശിച്ചു. വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ ആളുകളുമായും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. ജില്ലയിലെ ഏക പാസ്പോർട്ട് ഓഫീസ് എന്ന നിലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഓഫീസിൽ ഉറപ്പാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി. 2 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി പ്രിയങ്ക ഗാന്ധി ജില്ലയിൽ നിന്നും മടങ്ങി. കഴിഞ്ഞ മാസം 12-നായിരുന്നു വയനാട് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം. അന്ന് ചടങ്ങിൽ പങ്കെടുക്കേണ്ടിയിരുന്ന പ്രിയങ്ക ഗാന്ധി വിദേശ പര്യടനത്തെ തുടർന്ന് എത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്ന് പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിച്ചത്. ഓഫീസിന്റെ സൗകര്യങ്ങളും സേവനങ്ങളും പ്രിയങ്ക ഗാന്ധി ചോദിച്ചറിഞ്ഞു. പുതിയ ഓഫീസ് എന്ന നിലയ്ക്ക് ഒട്ടേറെ പരിമിതികൾ നിലവിലുണ്ട്. പൂർണ്ണ പ്രവർത്തനക്ഷമതയുള്ള പാസ്പോർട്ട് ഓഫീസാണ് ജില്ലയ്ക്ക് ആവശ്യം. കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി ഇടപെടൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. Next time I need my passport. And one more important thing, and now we are implementing the version 2 passport. E-passport in പാസ്പോർട്ട് എടുക്കുന്നതിനും പുതുക്കുന്നതിനുമായി എത്തിയ ആളുകളുമായും പ്രിയങ്ക ഗാന്ധി സംസാരിച്ചു. ടി സിദ്ദിഖ് MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ TJ ഐസക് തുടങ്ങിയവരും പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഉണ്ടായിരുന്നു. മലനാട് ന്യൂസ്, കൽപ്പറ്റ. കേണിച്ചിറ എടക്കാട് പുലിയെ കണ്ടതായി തൊഴിലാളികൾ. കേണിച്ചിറ എടക്കാട് സർവീസ് സ്റ്റേഷന്റെ പുറകിലുള്ള സ്വകാര്യ കൃഷിയിടത്തിലാണ് ഇന്ന് ഉച്ചയോടെ പുലിയെ കണ്ടതായി കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ അറിയിച്ചത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരും കേണിച്ചിറ പോലീസും ഗ്രാമപഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി കാൽപ്പാടുകൾ പരിശോധിച്ചു. പൂച്ചപ്പുലിയാകാമെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. കാൽപ്പാടുകൾ കണ്ടതിന്റെ 500 മീറ്റർ അകലെയാണ് തോൽപ്പെട്ടി 17 എന്ന കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചതും പിന്നീട് കൂട്ടിൽ അകപ്പെട്ടതും. ഒരു കാട്ടുമൃഗത്തിന്റെ കാൽപ്പാട് കണ്ടു എന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ പോലീസും അതുപോലെ തന്നെ വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും പഞ്ചായത്തിന്റെ പ്രതിനിധികളൊക്കെ വന്ന് പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്ഥിരീകരിച്ചത് ഒരു പൂച്ചപ്പുലി മൃഗത്തിന്റെ ആണെന്നാണ് അവർ അഭിപ്രായപ്പെട്ടത്. എന്നാലും ഇവിടെ ജനങ്ങൾ ഈ പ്രദേശത്തൊരു ആശങ്കയുണ്ട്. തൊട്ടടുത്ത് തന്നെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ തന്നെ പശുവിനെ പിടിക്കുകയും ഭീതി വരുത്തുകയും ചെയ്ത കടുവേനെ നമ്മളിവിടെ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ആശങ്കയിലാണ്. എന്നാലും ഡിപ്പാർട്ട്മെൻറ്റും പോലീസും ഒക്കെ അതിൻ്റെ പരിശോധനയും മറ്റു കാര്യങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വയനാടിനോട് ചേർന്ന തമിഴ്നാട് അതിർത്തി പ്രദേശമായ നെല്ലാക്കോട്ട ടൗണിൽ കാട്ടാന ഇറങ്ങി റോഡിൽ നിർത്തിയിട്ട കാർ തകർത്തു. ഒരു വീട് ഭാഗികമായും തകർത്തു. ആന പിന്നീട് വനത്തിലേക്ക് പോയി. ഇതിനു മുൻപും ആന നെല്ലാക്കോട്ട ടൗണിൽ ഇറങ്ങിയിട്ടുണ്ട്.
ആ സ്റ്റെപ്പിൽ ആളുണ്ടാവുന്നു പറഞ്ഞു മേലെ കയറും. നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടും കൽപ്പറ്റ CK ഓങ്കാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം കായിക താരങ്ങൾക്ക് തുറന്നു നൽകാൻ നടപടിയില്ല. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തികൾ 95% പൂർത്തീകരിച്ച് 2 വർഷം കഴിഞ്ഞു. കോർട്ടിന്റെ ഫ്ലോറിംഗ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. സംരക്ഷിക്കാൻ ആളില്ലാതെ നീന്തൽക്കുളം ഉൾപ്പെടെ ഉപയോഗശൂന്യമാകുമോ എന്ന ആശങ്കയിലാണ് കായിക താരങ്ങൾ. 2016-17 സാമ്പത്തിക വർഷത്തിലാണ് മൾട്ടിപർപ്പസ് ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സിന് 42 കോടി രൂപ അന്നത്തെ സർക്കാർ വകയിരുത്തുന്നത്. 2018 നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു. 2023 നിർമ്മാണ പ്രവൃത്തികൾ 95% പൂർത്തിയാക്കി. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി സ്റ്റേഡിയം അടഞ്ഞുകിടക്കുകയാണ്. നീന്തലിൽ ദേശീയ മത്സരം ഉൾപ്പെടെ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒളിമ്പിക് പൂളുകൾ, ബാസ്കറ്റ് ബോൾ കോർട്ട്, വോളിബോൾ കോർട്ട്, 3 ഷട്ടിൽ ബാഡ്മിന്റൺ കോർട്ടുകൾ, 3 ടേബിൾ ടെന്നീസ് കോർട്ടുകൾ, ജൂഡോ, തൈക്കാണ്ടോ, ഗുസ്തി, ഷൂട്ടിംഗ് റേഞ്ച് എന്നിവയിലും പരിശീലനത്തിന് സൗകര്യമുണ്ട്. കാണികൾക്ക് മത്സരം വീക്ഷിക്കാനായി ഗ്യാലറി സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. കോർട്ടിന്റെ ഫ്ലോറിംഗ് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. കൽപ്പറ്റ ഇൻഡോർ സ്റ്റേഡിയം അടിയന്തരമായി കായിക താരങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ തയ്യാറാവണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. 2023 തന്നെ ഏകദേശം ഒരു 90% പണികളും പൂർത്തിയായതാണ്. എന്നിട്ടും ഇത് ഇപ്പോൾ അതിൻ്റെ ഫ്ലോറിംഗ് അടക്കമുള്ള ചെറിയ പണികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് എഴുതി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ സ്റ്റേഡിയത്തിലേക്കുള്ള വഴിയുടെ പ്രശ്നമുണ്ട്. നിലവിൽ സ്റ്റേഡിയത്തിലേക്ക് ഫയർ എഞ്ചിൻ അടക്കമുള്ള കടന്നു വരുന്നതിന് വേണ്ടി 2 വഴികളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ മുണ്ടേരി ഭാഗത്ത് നിന്ന് വരുന്ന വഴി ഇപ്പോഴും 1 ഇഞ്ച് പോലും അനങ്ങാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം 2016 പണി ആരംഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി തുറന്ന് കായികങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താനുള്ള അവസരം ഉണ്ടാവണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എത്രയും വേഗം അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കണമെന്നാണ് കായിക പ്രേമികൾ ആവശ്യപ്പെടുന്നത്. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. അമ്പലവയൽ കൊളകപ്പാറ പാതയോരത്ത് സാമൂഹ്യ വിരുദ്ധർ കോഴി മാലിന്യം തള്ളി. ട്രൈബൽ ഓഫീസിന്റെ പരിസരത്തെ ആളൊഴിഞ്ഞ സ്ഥലത്താണ് മാലിന്യം ഉപേക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം. ഈ ഭാഗത്ത് അസഹ്യമായ ദുർഗന്ധവും തെരുവ് നായകളുടെ ശല്യവുമാണിപ്പോൾ. രാത്രിയുടെ മറവിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഉന്നതിയിൽ കുടിവെള്ളമില്ലാത്തത് വയോധികയായ ഗോത്രവീട്ടമ്മയെ ദുരിതത്തിലാക്കുന്നു. നൂൽപ്പുഴ പന്തംകൊല്ലി ഉന്നതിയിലെ പാറ്റയാണ് കുടിവെള്ളത്തിനായി ദൂരസ്ഥലത്തെ ആശ്രയിക്കുന്നത്. പ്രായാധിക്യവും രോഗവും വലയ്ക്കുന്ന ഇവരുടെ ഭർത്താവും തളർന്ന കിടപ്പിലാണ്. പന്തംകൊല്ലി ഉന്നതിയിൽ നിലവിൽ പാറ്റയുടെ വീട് മാത്രമാണുള്ളത്. ഈ വീട്ടിൽ പാറ്റയും തളർന്ന കിടപ്പിലായ ഭർത്താവ് ജഡേനും മാത്രമാണ് താമസിക്കുന്നത്. ഉന്നതിയിൽ കുടിവെള്ള സൗകര്യമില്ല. ഇതോടെ ദൂരെയുള്ള സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നുമാണ് കുടിവെള്ളം എത്തിക്കുന്നത്. അതും തലച്ചുമടായി. പലപ്പോഴും അവശത രൂക്ഷമാകുമ്പോൾ സമീപത്തുകൂടി ഒഴുകുന്ന കൈത്തോട്ടിലെ വെള്ളമാണ് ഇവർക്ക് ആശ്രയമാവുന്നത്. കുടിവെള്ളമില്ല, അച്ഛന് സുഖമില്ല. ഞാൻ തോട്ടിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുവന്നു, അത് ഉപകരിക്കലാണ്. പിന്നെ അക്കരെ ചെട്ടുകാരൊന്നും വെള്ളം പോയി അതിനകത്ത് കൊണ്ടുവന്ന് എത്തിച്ച് കൊടുത്തില്ല. വരച്ചാണ്ട് ഇവിടെ എനിക്ക് എല്ലാ ആൾക്കാരോട്ടൊക്കെ പറഞ്ഞു ഒരു സഹായം ചെയ്യില്ല എനിക്ക്. വർഷങ്ങളായി തളർന്നു കിടക്കുന്ന ഭർത്താവ് ജഡേനെ സംരക്ഷിക്കുന്നതും പ്രായാധിക്യവും രോഗവും വലയ്ക്കുന്ന ഈ ഗോത്രവയോധികയാണ്. ഉന്നതിയിൽ കുടിവെള്ള സൗകര്യമൊരുക്കി തന്റെ ദുരിതത്തിന് അല്പമെങ്കിലും ആശ്വാസം പകരാൻ അധികൃതർ തയ്യാറാവണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. മനസ്സ് നിറഞ്ഞ് ശ്വസിക്കാൻ ഇടുക്കിയിൽ നിന്നും വിരുന്നുകാർ വയനാട്ടിലേക്ക്. ജീവവായു ഓക്സിജന്റെ കലവറയെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ജില്ലയിൽ 2 ദിവസത്തെ വിനോദ വിജ്ഞാന യാത്രയ്ക്കായി എത്തിയത് പ്രകൃതി സ്നേഹികളായ ഇടുക്കി ഓയിസ്ക ഇന്റർനാഷണൽ ചാപ്റ്ററിന്റെ ഒരു കൂട്ടം പ്രവർത്തകർ. ഓയിസ്ക കോമ്പൗണ്ടിൽ മരത്തൈ നട്ടുപിടിപ്പിച്ച് കൂട്ടായ്മയെ ഉള്ളറിഞ്ഞ് സ്വീകരിച്ച് ജില്ലയിലെ പ്രവർത്തകരും. മാറുന്ന കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമ്മളും മാറിയേ തീരൂ. ജീവിതമാണ് ലഹരി തുടങ്ങിയ സന്ദേശങ്ങളുമായാണ് ഇടുക്കിയിൽ നിന്നും പല മേഖലകളിലുള്ളവർ ഒരു യാത്ര പുറപ്പെട്ടത്. പ്രകൃതി സ്നേഹത്തിന്റെ പാഠവും ഉൾക്കൊണ്ട് ഉണർത്തുപാട്ടിനെ താളവുമായി
ഒരേ മനസ്സുമായാണ് പല പ്രായങ്ങളിലുള്ള അവർ യാത്ര തുടർന്നത്. പായ വിരിച്ച് പായേലൊരു പറ നെല്ലു പൊരിച്ച് കാതുകുത്താനെപ്പ വരും നിന്റെ ആങ്ങളമാരു പൊന്നു, കാതുകുത്താനെപ്പ വരും നിന്റെ ആങ്ങളമാരു പൊന്നു. ശുദ്ധവായുവിന്റെ ഉൽപാദകരായ കർഷകർക്ക് കാർബൺ ഫണ്ടിൽ നിന്നും ഇനിയുമേറെ സാമ്പത്തിക സഹായത്തിന് അർഹതയുണ്ടെന്ന വിലയിരുത്തലോടെയാണ് സംഘം വയനാടിനോട് യാത്ര പറഞ്ഞത്. പാതിരിപ്പാലം ഒയിസ്ക റിസോഴ്സ് സെന്ററിൽ ഇടുക്കി ചാപ്റ്റർ പ്രസിഡന്റ് പാറത്തോട് ആന്റണിയുടെ നേതൃത്വത്തിലെത്തിയ വിരുന്നുകാർക്ക് സ്നേഹസ്വീകരണം നൽകി. ശുദ്ധമായ വായു ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക മേഖലയ്ക്ക് അർഹമായൊരു വീതം കിട്ടുവാൻ എല്ലാം കൊണ്ട് യോഗ്യതയുണ്ട്. തീർച്ചയായിട്ടും വയനാട്ടിലെ പ്രബുദ്ധരായ ആളുകൾ, വയനാടിനെ സംബന്ധിച്ച് വീരേതിഹാസം രചിച്ച ഒത്തിരി സംഭവങ്ങളുണ്ട്, നമുക്കറിയാം. നന്മയുടെ കാർഷിക വേളയുടെ ഒരു ഉണർത്തുപാട്ടാണ്, ഉന്മേഷമാണ്, പ്രചോദനമാണ് വയനാട്. കാർഷിക മേഖല പല കാരണങ്ങളാലും കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തകർന്നടിഞ്ഞ് നിൽക്കുകയാണ്. അവർക്കൊരു പ്രോത്സാഹനം എന്ന നിലയിൽ ഈ കാർബൺ ഡൈയുടെ ഒരു വിഹിതം കാർഷിക മേഖലയിലേക്ക് എത്തിക്കണം. ആ ഒരു സന്ദേശം കൂടി ഈ യാത്രയിൽ ഞങ്ങൾ ഉയർത്തുകയാണ്. കൃഷിയും ടൂറിസവും ബന്ധപ്പെടുത്തിയുള്ള ടൂറിസത്തിന് ജില്ലയിൽ അനന്ത സാധ്യതകളാണുള്ളതെന്ന് ഒയിസ്ക കൂട്ടായ്മ അംഗങ്ങൾ പറഞ്ഞു. വരും തലമുറയ്ക്കായി വാസയോഗ്യമായ ഭൂമി അതേ അർത്ഥത്തിൽ നിലനിർത്തുന്നതിന് മനുഷ്യന്റെ ചിന്തയിലും പ്രവർത്തനത്തിലുമെല്ലാം കാതലായ മാറ്റങ്ങൾ പ്രാവർത്തികമാക്കിയേ സാധ്യമാകൂ എന്നും സംഘം ഉണർത്തിച്ചു. വയനാടിന്റെ പ്രകൃതി മനോഹാരിതയ്ക്കൊപ്പം തനത് രുചികളും ആസ്വദിച്ച് മനസ്സു നിറഞ്ഞാണ് സംഘം മടങ്ങിയത്. മലനാട് ന്യൂസ്, മീനങ്ങാടി. വയനാടൻ ഫുട്ബോളിന് അഭിമാനമാവുകയാണ് മീനങ്ങാടി ഫുട്ബോൾ അക്കാദമി. ആയിരക്കണക്കിന് കുട്ടികൾക്ക് പരിശീലനം നൽകിയ അക്കാദമിയിലൂടെ പിറവിയെടുത്തത് നിരവധി മികച്ച താരങ്ങൾ. അണ്ടർ 12 ടീമുകളെ അണിനിരത്തി മത്സരം നടത്തിയപ്പോൾ മിന്നും പെർഫോമൻസുമായി കുട്ടിത്താരങ്ങൾ. മീനങ്ങാടിയിൽ ആവേശമായി ദ്വിദിന ഫുട്ബോൾ ടൂർണമെന്റ്. ഫുട്ബോളിന്റെ ഈറ്റില്ലമാണിപ്പോൾ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് കീഴിലെ ഫുട്ബോൾ അക്കാദമിയിൽ മാത്രം പരിശീലനത്തിനുള്ളത് പെൺകുട്ടികളടക്കം 100 കണക്കിന് വിദ്യാർത്ഥികൾ. ചെറുപ്രായത്തിലെ മികച്ച പ്രകടനങ്ങൾക്കായി ടൂർണമെന്റുകളും നടത്തുമ്പോൾ കുട്ടികളുടെ പ്രകടനങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചം. സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ തകർത്താടിയത് ജില്ലയിലെ തന്നെ ഏറ്റവും മികച്ച 12 ടീമുകൾ. മത്സരങ്ങൾ കുട്ടികൾ തമ്മിലായിരുന്നുവെങ്കിലും മത്സരം അത്ര കുട്ടിക്കളിയായിരുന്നില്ല. അരമണിക്കൂർ നിശ്ചയിച്ച മത്സരങ്ങളിൽ പലതും അവസാനിച്ചത് പെനാൽറ്റി ഷൂട്ടിൽ. കുട്ടികളുടെ മത്സരങ്ങൾക്ക് പ്രോത്സാഹനവുമായി രക്ഷിതാക്കളും ഗ്രൗണ്ടിലെത്തി. സമാപന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഇ വിനയൻ ഉദ്ഘാടനം ചെയ്തു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഫുട്ബോൾ അക്കാദമി നമുക്കറിയാം ദേശീയ അന്തർദേശീയ തലത്തിൽ ഒട്ടനവധി പ്രതിഭകളെ രൂപപ്പെടുത്തിയെടുത്ത കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖ അക്കാദമികളിൽ ഒന്നായി ഇതിനോടകം മാറിക്കഴിഞ്ഞു. ബിനോയുടെയും ഫൗജുവിന്റെയും നേതൃത്വത്തിൽ വളരെ ചിട്ടയോടുകൂടിയുള്ള പരിശീലനങ്ങളാണ് വളരെ ചെറിയ 9 വയസ്സു മുതൽ മേളിലോട്ട് വിവിധ പ്രായത്തിലുള്ള കുട്ടികളെ ചെറുപ്പത്തിൽ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിശീലനങ്ങൾ നൽകി മികച്ച താരങ്ങളായി വാർത്തെടുക്കുന്നതിനുള്ള ഒരു പരിശീലന കളരിയായി ഈ അക്കാദമി മാറിയിരിക്കുന്നു. അവസാന നിമിഷം വരെ ആവേശം അലകടലായ ഫൈനൽ മത്സരത്തിൽ MFA മീനങ്ങാടിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 1 ഗോളിന് പരാജയപ്പെടുത്തി KYC ചേനാട് ചാമ്പ്യന്മാരായി. മലനാട് ന്യൂസ്, മീനങ്ങാടി. പ്രഥമ ചുളിക്ക ബോച്ചെ കപ്പ് ഫുട്ബോൾ കിരീടം ചൂടി A1 ചെമ്പോത്തറ. ഇന്നലെ നടന്ന ഫൈനൽ മത്സരത്തിൽ കാപ്സ് കാപ്പംകൊല്ലിയെ പരാജയപ്പെടുത്തിയാണ് ചെമ്പോത്തറ കിരീടം ചൂടിയത്. ചുളിക്ക ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലായിരുന്നു മത്സരം. സംസ്ഥാനത്തെ പ്രമുഖ ടീമുകൾ ഉൾപ്പെടെ ടൂർണമെന്റിൽ അണിനിരന്നു. ചുളിക്ക സാന്ത്വനം സഹായനിധിയും ബോച്ചെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി സംഘടിപ്പിച്ച ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലാണ് A1 ചെമ്പോത്തറ ജേതാക്കളായത്. കാപ്സ് കാപ്പംകൊല്ലിയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ചെമ്പോത്തറ ജേതാക്കളായത്. സംസ്ഥാനത്തെ അറിയപ്പെടുന്ന ഫുട്ബോൾ താരങ്ങളും വിദേശ താരങ്ങളും ഉൾപ്പെടെ ചെമ്പോത്തറയ്ക്കായി അണിനിരന്നു. ആവേശകരമായിട്ടുള്ള ഫുട്ബോൾ മത്സരമാണ് നടന്നത്. എല്ലാ മത്സരങ്ങളിലും എല്ലാവരും ജയിക്കുന്നത് ഒരു ടീമായിരിക്കും. പക്ഷേ ഫുട്ബോളിനെ ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. 10 ടീമുകളാണ് ടൂർണമെന്റിൽ മാറ്റുരച്ചത്. 2 ലക്ഷം രൂപയായിരുന്നു സമ്മാനത്തുക. ചുളിക്കയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിലാണ്
ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി തുക കണ്ടെത്തുന്നതിന് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. പ്രാദേശിക ടീമുകളുടെ പേരിലിറങ്ങുന്നത് വിദേശ താരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖ ടീമുകളിലെ താരങ്ങളാണ്. ടി സിദ്ദിഖ് MLA, സ്പോർട്സ് പ്രസിഡന്റ് കെ റഫീഖ് PK, അനിൽകുമാർ എന്നിവർ വിജയികൾക്ക് ട്രോഫി വിതരണം ചെയ്തു. മലനാട് ന്യൂസ്, മേപ്പാടി. ബിസിനസ് മലനാട്. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 427, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 256, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 685, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 675, നേന്ത്രക്കായ കിലോയ്ക്ക് 40, ഇഞ്ചി ചാക്കിന് 1100, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 183, സ്വർണം പവന് 70,200, വെള്ളിഗ്രാമിന് 106 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. വാളാട് പുഴയിൽ 2 വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. മരിച്ചത് കൊളത്താട സ്വദേശികൾ. അപകടം കുളിക്കാനിറങ്ങിയപ്പോൾ. ജില്ലയിലെ ഏക പാസ്പോർട്ട് ഓഫീസ് എന്ന നിലയ്ക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കാനുള്ള ഇടപെടൽ നടത്തുമെന്ന് പ്രിയങ്ക ഗാന്ധി MP. കൽപ്പറ്റയിലെ വയനാട് പാസ്പോർട്ട് സേവാ കേന്ദ്രം പ്രിയങ്ക ഗാന്ധി MP സന്ദർശിച്ചു. 2 ദിവസത്തെ പര്യടനം പൂർത്തിയാക്കി MP ജില്ലയിൽ നിന്നും മടങ്ങി. കേണിച്ചിറ എടക്കാട് പുലിയെ കണ്ടതായി തൊഴിലാളികൾ. പുലിയെ കണ്ടത് ഇന്ന് ഉച്ചയോടെ സ്വകാര്യ കൃഷിയിടത്തിൽ. പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പൂച്ചപ്പുലിയുടേതാകാമെന്ന് വനം വകുപ്പ്. നീലഗിരി നെല്ലാക്കോട്ടയിൽ പട്ടാപ്പകൽ ഭീതി പരത്തി കാട്ടാന. കാർ തകർത്തു, വീടിനും നാശനഷ്ടം വരുത്തി. വാർപ്പ് വീടിന് മുകളിൽ കയറിയ കാട്ടാനയെ ഒടുവിൽ വനത്തിലേക്ക് തുരത്തി. നിർമ്മാണ പ്രവൃത്തികൾ ഏറെക്കുറെ പൂർത്തിയായിട്ടും കൽപ്പറ്റ ഓങ്കാരനാഥൻ ഇൻഡോർ സ്റ്റേഡിയം തുറന്നു നൽകാൻ നടപടിയില്ല. സ്റ്റേഡിയത്തിന്റെ പ്രവൃത്തികൾ 95% പൂർത്തിയായി. അവശേഷിക്കുന്നത് കോർട്ടിന്റെ ഫ്ലോറിംഗ് മാത്രം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ഇനി ന്യൂസ് വേവ്സിൽ റാണി വർഗീസ് ചേരും. നമസ്കാരം.